ഇനി രണ്ടാമത്തെ പാഠം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഒന്നാമത്തെ പാഠം പഠിച്ചു. ഗ്രാമത്തിൽ ഗ്രാമോത്സവം നടക്കുകയാണ് അല്ലേ? പല മത്സരങ്ങളും നടക്കുന്നുണ്ട്. അങ്ങനെ മത്സരങ്ങൾ തുടങ്ങിയിട്ടില്ല. ഇപ്പോൾ മത്സരങ്ങൾ തുടങ്ങാൻ പോവുകയാണ്. ഈ പാഠത്തിന്റെ പേര് യാ ശബാബ്. ഹേ ഗൈസ്. യാ ശബാബ് എന്ന് പറഞ്ഞാൽ എന്താ? ഹേ ഗൈസ്. ഗൈസ് എന്ന് പറയും അല്ലേ? ആരാണ് ഗൈസ് എന്ന് പറഞ്ഞുകൊണ്ട് സംസാരിക്കാറ്? ഇവരാണ് ഗൈസ് എന്ന് പറയുക അല്ലേ? ഇവരാരാണ്? വീഡിയോ ചെയ്യുന്നയാളാണ്. മുറാസിൽ വീഡിയോഗ്രാഫർ അല്ലെങ്കിൽ എന്താ പറയുക, വ്ളോഗർ എന്ന് പറയും. എന്ത് പറയും? വ്ളോഗർ. ആരാണ് വ്ളോഗർ? യൂട്യൂബിലൊക്കെ വീഡിയോ ചെയ്യലില്ലേ? വീഡിയോ ചെയ്യുന്നവർക്കാണ് വ്ളോഗർ എന്ന് പറയുക. കളിയൊക്കെ നടക്കുമ്പോൾ അവിടെ പോയി വീഡിയോ എടുത്ത് യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയയിലൊക്കെ ഇടും. അവര് വീഡിയോ ചെയ്യുമ്പോൾ ഗൈസ് എന്ന് വിളിക്കും. അതിനാണ് അറബിയിൽ എന്ത് പറയുന്നത്? യാ ശബാബ് എന്ന് പറയുന്നത്. കുട്ടികളെ എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ നമ്മുടെ ഗ്രാമോത്സവം വീഡിയോയിൽ പകർത്താൻ വേണ്ടി വന്നിരിക്കുന്നതാണ് ആര്? ഇവർ അല്ലേ? അപ്പോൾ ഇവരാണ് തൻ്റെ യൂട്യൂബിലോ മറ്റ് സോഷ്യൽ മീഡിയയിലോ ഒക്കെ ഇടാൻ പോവുകയാണ്. വീഡിയോ എടുത്തുകൊണ്ട് ലൈവായിട്ട് ചെയ്യുന്നതാണല്ലേ. അങ്ങനെ അവൾ പറയുകയാണ്, യാ ശബാബ്, ഗൈസ്, കുട്ടികളെ, കൂട്ടുകാരെ, ഫ്രണ്ട്സ്, അന ഫി ഖറിയത്തിൻ, ഞാനൊരു ഗ്രാമത്തിലാണുള്ളത്. ഞാൻ ഫി ഖറിയത്തിൻ, ഒരു ഗ്രാമത്തിലാണുള്ളത്. ഹുന സിഗാറുൻ വ കിബാറും വ ബനൂന വ ബനാത്ത്, ഇവിടെ ചെറിയവരും വലിയവരും ആൺകുട്ടികളും പെൺകുട്ടികളും എല്ലാവരും ഉണ്ട്. ഹുന എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ. ഈ ഗ്രാമത്തിൽ സിഗാറുൻ, ഇപ്പോൾ ഇവിടെ കളി നടക്കുകയാണ് അല്ലെ? ഗ്രാമോത്സവം നടക്കുകയാണ്. അതിനുവേണ്ടി സിഗാറുൻ, ചെറിയവർ, കുട്ടികൾ, വ കിബാറുൻ, വലിയവർ, വ ബനൂന, ബോയ്സ്, വ ബനാത്ത്, ഗേൾസ്, എല്ലാവരും എത്തിയിട്ടുണ്ട്. കുല്ലുഹും ഫി ഫറഹിം വ സുറൂരിൻ, എല്ലാവരും സന്തോഷത്തിലാണ്. കുല്ലുഹും, അവരെല്ലാവരും, ആ വന്നിരിക്കുന്ന കുട്ടികളും മുതിർന്നവരും എല്ലാവരും ഫി ഫറഹിൻ വ സുറൂരിൻ, സന്തോഷത്തിലാണ്. ഫറഹ് സന്തോഷം, സുറൂറ് സന്തോഷം, രണ്ടും സന്തോഷം. തജ്രി ഹുന മുസാബഖാത്തുൻ അദീദത്തുൻ, ഇവിടെ ധാരാളം മത്സരങ്ങൾ നടക്കുകയാണ്. തജ്രി നടക്കുന്നുണ്ട്, ഹുന ഇവിടെ, മുസാബഖാത്തുൻ മത്സരങ്ങൾ, അദീദത്തുൻ ധാരാളം. മുസാബഖാത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മത്സരങ്ങൾ. അദീദത്തുൻ ധാരാളം. അപ്പോൾ ഇവൾ പറയുകയാണ്, വീഡിയോയിൽ കൂടെ പറയുകയാണ്, ഇവിടെ ധാരാളം മത്സരങ്ങൾ നടക്കുന്നുണ്ട്. എന്തൊക്കെയാണ് മത്സരങ്ങൾ? കുറച്ച് മത്സരങ്ങളുടെ പേര് അവൾ പറയുകയാണ്. റുക്കൂബു ദറാജ, സൈക്ലിംഗ്, സൈക്കിളോട്ടം അല്ലേ? കുറെ പേര് ഒരുമിച്ച് സൈക്കിൾ ഓടിക്കും. ആരാണ് ആദ്യം എത്തുന്നത് അവർ ജയിക്കും. പിന്നെ ലഅബത്തുൽ കറാസി, മ്യൂസിക്കൽ ചെയർ മത്സരം, കസേരകളി അല്ലേ? കസേരകളി. വ കസ്റുൽ ജറ, കലമുടക്കൽ. പിന്നെയോ വഗൈറുഹ, അതേപോലെ മറ്റുള്ള കളികളും. അങ്ങനെ പല കളികളും ഇവിടെ നടക്കുന്നുണ്ട്. തബ്ദ ഉൽ മുസാബഖാത്തു ഖരീബൻ, മത്സരങ്ങൾ ഉടനെ തുടങ്ങും. തബ്ദ തുടങ്ങും, അൽ മുസാബഖാത്തു മത്സരങ്ങൾ, ഖരീബൻ ഉടനെ എന്ന് പറഞ്ഞു. ഹയ്യാനുഷാഹിദ്, വരൂ നമുക്ക് കാണാം. ഹയ്യാനുഷാഹിദു, വരൂ നമുക്ക് കാണാം, നമുക്ക് മത്സരങ്ങൾ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവള് മത്സരങ്ങളുടെയൊക്കെ വീഡിയോ കാണിക്കുകയാണ്. ആദ്യം നടക്കുന്നത് എന്താണ്? ഇതെന്താ? സൈക്ലിംഗ് അല്ലേ? സൈക്ലിങ്ങിന് എന്താ പറയുക? റുക്കൂബു ദറാജ. എന്താ പറയുക? റുക്കൂബു ദറാജ. അപ്പൊ ഇവളെന്താണ് പറയുന്നത് സൈക്ലിംഗ് കാണിച്ചുകൊണ്ട്? ഷാറക 15 ത്വാലിബൻ ഫി മുസാബഖത്തി റുക്കൂബി ദറാജ, 15 വിദ്യാർത്ഥികൾ സൈക്കിളോട്ടത്തിൽ പങ്കെടുത്തു. ഷാറക എന്നാൽ പങ്കെടുത്തു. 15 ത്വാലിബൻ, 15 ത്വാലിബൻ വിദ്യാർത്ഥികൾ, ഫി മുസാബഖത്തി റുക്കൂബി ദറാജ, സൈക്കിളോട്ട മത്സരത്തിൽ എത്ര പേർ പങ്കെടുത്തു? 15 ത്വാലിബൻ, 15 വിദ്യാർത്ഥികൾ. അതിൻ്റെ വീഡിയോ കാണിച്ചു. അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്താണ് നടക്കുന്നത്?
ഇതാണല്ലേ, ഇതെന്താ? വടംവലി, കമ്പവലി മത്സരം. മുസാബഖത്തു ഷദ്ദിൽ ഹബ്ലി മുസീറത്തുൻ ജിദ്ദൻ. വടംവലി മത്സരം വളരെ ആവേശകരമായിരുന്നു. മുസാബഖത്തു മത്സരം, മുസാബഖത്തു ഷദ്ദിൽ ഹബിൽ, വടംവലി മത്സരം മുസീറത്തുൻ ജിദ്ദൻ വളരെ ആവേശകരമാണ്. വടംവലി നല്ല രസമുണ്ടാകും കാണാൻ അല്ലേ. 2 ടീം അപ്പുറം ഇപ്പുറം നിന്ന് വലിക്കും, എന്നിട്ട് ഒരു ടീമിനെ വലിച്ചിങ്ങോട്ടിടും. അത് വളരെ രസകരമായൊരു കളിയാണ്. മുസാബഖത്തു ഷദ്ദിൽ ഹബ്ലി മുസീറത്തുൻ ജിദ്ദൻ, വളരെ ആവേശകരമാണ്. പിന്നെയോ, ഷാറക രാഹുൽ വഹിബ വ ജോർജ് വ ഫഹീം ഫി ലഅബത്തിൽ കറാസി. രാഹുലും ഹിബയും ജോർജും ഫഹീമും കസേരകളിയിൽ പങ്കെടുത്തു. ഷാറക പങ്കെടുത്തു. ആരൊക്കെ? രാഹുൽ, ഹിബ, ജോർജ്, ഫഹീം 4 പേരും പങ്കെടുത്തു. എന്ത് കളിയിൽ? ഫി ലഅബത്തിൽ കറാസി, കസേരകളിൽ പങ്കെടുത്തു. പിന്നെ നടന്ന മത്സരമാണ് കലമുടക്കൽ മത്സരം. കലമുടക്കൽ മത്സരത്തിൽ ഇവളെന്താണ് പറയുന്നത്? ഫുസ്തു എന്നാണ് പറയുന്നത്. എന്താ ഫുസ്തു? ഞാൻ ജയിച്ചു. കലമുടച്ചപ്പോൾ ഈ കുട്ടി പറയുകയാണ് ഫുസ്തു, ഞാൻ ജയിച്ചു. ആരാണവൾ? ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫാസത്ത് ഫർഹ ഫി മുസാബഖത്തി കസ്രിൽ ജർറത്തി ബിൽ മർകസിൽ അവ്വൽ. ഫർഹ കലമുടക്കൽ മത്സരത്തിൽ 1ാം സ്ഥാനത്തോടെ ജയിച്ചു. ഫാസത്ത് ഫർഹ, ഫർഹ ജയിച്ചു. ഫി മുസാബഖത്തി കസ്രിൽ ജർറത്തി, കലമുടക്കൽ മത്സരത്തിൽ ബിൽ മർകസിൽ അവ്വൽ, 1ാം സ്ഥാനത്തോടെ. കസറുൽ ജറ, കലമുടക്കൽ. അൽ മർകസുൽ അവ്വൽ, 1ാം സ്ഥാനം. ആരാണ് ജയിച്ചത്? ഫർഹ. ഫർഹയുടെ പ്രത്യേകത എന്താണ്? ഫർഹയ്ക്ക് നടക്കാൻ കഴിയില്ല, അതുകൊണ്ട് അവൾ വീൽ ചെയറിലാണ് കളിക്കാൻ വന്നിരിക്കുന്നത്. അങ്ങനെ അവൾ വീൽ ചെയറിൽ ഇരുന്നു കൊണ്ട് മത്സരിച്ച് കലമുടക്കലിൽ 1ാം സ്ഥാനം നേടി. അങ്ങനെ ഫർഹ 1ാം സ്ഥാനം നേടിയപ്പോൾ മുറാസിൽ, നമ്മുടെ വീഡിയോ എടുത്ത ആ പെൺകുട്ടി ഫർഹയുടെ അടുക്കൽ വന്ന് സംസാരിച്ചു. അതാണ് ഇവിടെ നമ്മൾ എഴുതേണ്ടത്. മുറാസിൽ പറയുകയാണ്, മസാ ഉൽ ഖൈർ യാ ഫർഹ, ഗുഡ് ഈവനിങ് ഫർഹ. അപ്പൊ ഫർഹ എന്ത് തിരിച്ചു പറയും? ഗുഡ് ഈവനിങ് എന്ന് തന്നെയാണ് പറയുക അല്ലേ. അറബിയിൽ മസാ ഉന്നൂർ എന്ന് പറയും. മസാ ഉന്നൂർ എന്ന് പറഞ്ഞു. എന്നിട്ടോ ഫർഹ വിജയിച്ചതല്ലേ, അപ്പോൾ അഭിനന്ദിക്കണം അല്ലേ. അഭിനന്ദിക്കാൻ വേണ്ടി എന്താ പറയുക? മബ്രൂക്ക്, മബ്രൂക്ക് യാ ഫർഹ, ഫർഹ അഭിനന്ദനങ്ങൾ എന്ന് പറയും. അപ്പോൾ ഫർഹ എന്ത് പറയും? ശുക്രൻ, താങ്ക് യു. അപ്പോൾ മുറാസിൽ പറയുന്നു അഫ്വൻ, വെൽക്കം അല്ലേ. താങ്ക് യു പറഞ്ഞാൽ വെൽക്കം പറയണം. ശുക്രൻ, താങ്ക്സ്. ശുക്രൻ പറഞ്ഞാൽ തിരിച്ചെന്ത് പറയണം? അഫ്വൻ എന്ന് പറയുക. അങ്ങനെ അതവിടെ എഴുതുക. ഇനി ഇവിടെ ഒരു പാട്ട് കൊടുത്തിട്ടുണ്ട്. ഹയ്യ ഹയ്യ യാ അഹ്ബാബി അഹ്ലൻ അഹ്ലൻ യാ ഇഖ്വാനി ദഅനി അർസും ബിൽ ഫുർഷാത്തി ദഅനി അൽ അബ്ശദ്ദൽ ഹബലി അർക്കുസ് ഫറഹൻ ഉൻഷിദു മറഹൻ അനഫന്നാനുൻ അക്തുബു ഷിഅറൻ. ഇതാണ് കവിത. എന്തൊക്കെയാണ് കവിതയിൽ പറയുന്നത്? കൂട്ടുകാരെ വരൂ വരൂ. ദഅനി അർസും ബിൽ ഫുർഷാത്ത്, ഞാൻ ബ്രഷ് കൊണ്ട് ചിത്രം വരക്കട്ടെ. ദഅനി അൽ അബ്ശദ്ദൽ ഹബൽ, ഞാൻ വടംവലി കളിക്കട്ടെ. അർക്കുസ് ഫറഹൻ ഉൻഷിദു മറഹൻ, ഞാൻ സന്തോഷത്തോടെ പാട്ട് പാടുകയും ഡാൻസ് ചെയ്യുകയും ചെയ്യട്ടെ. അനഫന്നാനുൻ അക്തുബു ഷിഅറൻ, ഞാനൊരു കലാകാരനാണ്, ഞാനൊരു കവിത എഴുതട്ടെ. അങ്ങനെയുള്ളൊരു പാട്ടാണത്. ഇനി ഇവിടെ വേറൊരു പരിപാടിയുണ്ട്. എന്താണ്? ഇത് വായിക്കണം. ഇത് വായിക്കുമ്പോൾ ഇവിടെ എഴുതിയതിൻ്റെ ഇടക്ക് ചിത്രങ്ങൾ കാണാം അല്ലേ. നമ്മൾ വായിച്ച് ആ ചിത്രങ്ങൾ എത്തുമ്പോൾ ആ ചിത്രങ്ങളുടെ പേര് നമ്മൾ വായിക്കണം. വായിച്ചു നോക്കാം. ജറാഫിൽ മദ്രസത്തി ഇഹ്തിഫാലു ഓണം, സ്കൂളിൽ ഓണാഘോഷം നടന്നു. ജറ നടന്നു, ഫിൽ മദ്രസത്തി സ്കൂളിൽ, ഇഹ്തിഫാലു ഓണം ഓണാഘോഷം. ഇഹ്തിഫാലു ഓണം ഓണാഘോഷം. കാനത്ത് ഹുനാക്ക മുസാബഖാത്തുൻ മുഖ്തലിഫത്തുൻ, വിവിധ ഇനം മത്സരങ്ങളുണ്ടായിരുന്നു. കാനത്ത് ഹുനാക്ക ഉണ്ടായിരുന്നു, കാനത്ത് ഉണ്ടായിരുന്നു, മുസാബഖാത്തുൻ മത്സരങ്ങൾ, മുഖ്തലിഫ പലതരം മത്സരങ്ങൾ ഉണ്ടായിരുന്നു ഓണാഘോഷത്തിന്.
ഷാറക്ക ഫഹീമുൻ, ഫഹീം പങ്കെടുത്തു. ഷാറക്ക പങ്കെടുത്തു. ഷാറക്ക ഫഹീമുൻ, ഫഹീം പങ്കെടുത്തു. ഫി മുസാബക്കത്തി, അവിടെ എന്താണ് നമ്മൾ വായിക്കേണ്ടത്? ഇനി സൈക്കിൾ ഓട്ടമാണ് കാണുന്നത് അല്ലേ? ആ സൈക്കിൾ ഓട്ടത്തിന്റെ അറബി പേര് പറഞ്ഞോളൂ. ഫി മുസാബക്കത്തി റുകൂബി ദറാജ, സൈക്കിൾ ഓട്ട മത്സരത്തിൽ പങ്കെടുത്തു. മൻ, ആര്? ഫഹീം. മൻ ഷാറക ഫി മുസാബക്കത്തി ദറാജ, ഫി മുസാബക്കത്തി റുകൂബി ദറാജ? ഫഹീം. ആരാണ് പങ്കെടുത്തത്? ഫഹീമാണ് അല്ലേ? കാന ഹുനാക മുസാബക്കത്തു, ആ ചിത്രത്തിന്റെ പേര് പറഞ്ഞോളൂ. മുസാബക്കത്തു ഷദ്ദിൽ ഹബൽ അല്ലേ? കാന ഹുനാക, അവിടെ ഉണ്ടായിരുന്നു. മുസാബക്കത്തു ഷദ്ദുൽ ഹബൽ, ഷദ്ദുൽ ഹബൽ ഉണ്ടായിരുന്നു. വടംവലി ഉണ്ടായിരുന്നു, വടംവലി മത്സരവും ഉണ്ടായിരുന്നു. ബൈന സൊഫൈനി, രണ്ട് ക്ലാസ്സുകൾ തമ്മിൽ. സ്കൂളിൽ വടംവലി മത്സരം നടന്നത് രണ്ട് ക്ലാസ്സുകൾ തമ്മിലാണ്. 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും തമ്മിൽ വടംവലി മത്സരം നടന്നു. ആര് ജയിക്കും? 2-ാം ക്ലാസ് ജയിക്കൂലേ? 2-ാം ക്ലാസ് ജയിക്കണം അല്ലേ? നന്നായി വലിച്ചാൽ 1-ാം ക്ലാസ്സുകാരെ നമുക്ക് തോൽപ്പിക്കാം. നന്നായി വലിച്ചോളൂ. പിന്നെ ഷാറക്കൽ മുഅല്ലിമൂന ഫീ, അതേതാണ് കളി? കസേര കളിയാണ് അല്ലേ? അതിനെന്താ പറയുക? ഫി ലഅബത്തിൽ കറാസി. ഷാറക്കൽ മുഅല്ലിമൂന, അധ്യാപകർ പങ്കെടുത്തു. മുഅല്ലിമൂന എന്ന് പറഞ്ഞാൽ ആരാണ്? അധ്യാപകർ. അധ്യാപകരും പങ്കെടുത്തിട്ടുണ്ട് കളിയിൽ. അധ്യാപകർ പങ്കെടുത്തു. ഫി ലഅബത്തിൽ കറാസി, കസേര കളിയിൽ. ലഅബത്തുൽ കറാസി, കസേര കളി. പിന്നെയോ കാന ലഅബു, അവിടെ ചിത്രം എന്താണ്? കലമുടക്കലാണ് അല്ലേ? കാന ലഅബു കസരിൽ ജറത്തി, കലമുടക്കൽ എന്ന് പറയും കസറുൽ ജറ. കാന ലഅബു കസരിൽ ജറത്തി, കലമുടക്കൽ കളി മുംതിഅൻ ജിദ്ദൻ, വളരെ ആസ്വാദ്യകരമായിരുന്നു, വളരെ രസകരമായിരുന്നു. കലമുടക്കൽ കളി, കസറുൽ ജറത്ത് കളി, കാന മുംതിഅൻ, വളരെ രസകരമായിരുന്നു. മുംതിഅൻ ജിദ്ദൻ, വളരെ രസകരം. ഇനി അയ്യ മുസാബക്കത്തിൻ ജറത്ത് ഫിൽ മദ്രസ, സ്കൂളിൽ ഏതൊക്കെ മത്സരങ്ങളാണ് നടന്നത്? ഏതൊക്കെയാണ്? ഈ 4 മത്സരങ്ങൾ നടന്നു അല്ലേ? റുകൂബു ദറാജ, ഷദ്ദുൽ ഹബില്, ലഅബത്തുൽ കറാസി, കസറുൽ ജറ. ആ 4ഉം ഇവിടെ എഴുതുക. റുകൂബു ദറാജ, പിന്നെ ഷദ്ദുൽ ഹബില്, പിന്നെ ലഅബത്തുൽ കറാസി, കസറുൽ ജറ. ഈ 4 കളികളാണ് സ്കൂളിൽ നടന്നത്. ഇവിടെ നമ്മുടെ ഫർഹ ഇരിക്കുന്നുണ്ട് അല്ലേ? ഫർഹ കലമുടക്കൽ മത്സരത്തിൽ 1-ാം സ്ഥാനം കിട്ടിയത് കൊണ്ട് അവൾക്ക് വലിയൊരു ട്രോഫി സമ്മാനിച്ചു. ആ ട്രോഫിയും കൊണ്ട് സന്തോഷത്തോടെ ഫർഹ ഇരിക്കുകയാണ്. അൽ ഫന്നു സഖാഫത്തുൻ, കലയൊരു സംസ്കാരമാണ്. സഖാഫത്ത് ഉൽഫത്തുൻ, സംസ്കാരം ഇണക്കമാണ്, സ്നേഹമാണ്, ചേർത്തു നിർത്തലാണ്. നമ്മളെല്ലാവരെയും സ്നേഹിക്കണം. ഓക്കെ, ഇതോടെ നമ്മുടെ 2-ാം ക്ലാസ്സിലെ മുഴുവൻ പാഠങ്ങളും എടുത്തു കഴിഞ്ഞു. എല്ലാവരും നന്നായി പഠിക്കുക.